നമസ്കാരം. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തെ ഇളക്കി മറിച്ചു യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പലരുടെയും മുഖംമൂടി പിച്ചി ചീന്തിക്കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇറങ്ങിയതും അദ്ദേഹം പ്രവർത്തിച്ചതും. ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നത സ്ഥാനത്ത് എത്തിയിരിക്കുമ്പോൾ എത്ര വിനയാന്വിതനായി തീരണം, സാധാരണക്കാരനായി തീരണം എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം ഇന്നലെ കാണിച്ച കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് മേയറോടത്തുള്ള ചടങ്ങിൽ മേയർ ആദ്യം ഉപഹാരം കൊടുക്കുന്നു. ആ ഉപഹാരം കൊടുക്കുമ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിക്കുകയായിരുന്നു. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അദ്ദേഹം കാൽക്കൽ തൊട്ട് വന്ദിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പിടിച്ചുയർത്തി ഹൃദയം പുണർന്നുകൊണ്ടുള്ള പരസ്പരം ചേർന്നുകൊണ്ടുള്ള ഒരു കെട്ടിപ്പിടിക്കലായിരുന്നു. അതോടൊപ്പം ഡെപ്യൂട്ടി മേയർ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ട് നമസ്കരിക്കുമ്പോൾ അതേ നരേന്ദ്രമോദി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡെപ്യൂട്ടി മേയറായ ആശാനാഥിൻ്റെ കാൽക്കൽ തൊട്ട് വന്ദിക്കുകയായിരുന്നു. അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയെ പോലെയാണ്. ആ ഭൂമിദേവിയെ വന്ദിക്കുക എന്നത് പ്രധാനമാണ്. തിരുവനന്തപുരത്ത് കേരളത്തിന് സൗഭാഗ്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ആ സൗഭാഗ്യം കൊണ്ടുവരുന്ന രണ്ടുപേരാണ് മുന്നിൽ നിൽക്കുന്നത്. അവരെ വന്ദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് എത്രമാത്രം വിനയമാണ് അദ്ദേഹം കാണിക്കുന്നത്. അതായത് പിണറായി വിജയൻ പോലും ഞെട്ടിയിട്ടുണ്ടാവും. എല്ലാവരും കടക്ക് പുറത്ത് എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ പ്രതീകമായ പിണറായി വിജയൻ ഈ കാര്യം കണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് രാഷ്ട്രീയക്കാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുമ്പോൾ അഹങ്കാരം വെടിഞ്ഞ് ഈഗോ വെടിഞ്ഞ് താൻ ലോകത്തിലെ ഏറ്റവും വലിയ കൊമ്പനാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്നവർ അല്പന്മാരാണ്. അങ്ങനെ അല്പന്മാരിൽ ഏറ്റവും വലിയ അല്പം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം 40 വണ്ടി യാത്ര പോലീസിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നു, ആംബുലൻസിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല, ഇരുമ്പമറയാണ്. ക്ലിഫ് ഹൗസിന് ചുറ്റും CCTV ക്യാമറ വെച്ചിരിക്കുന്നു. അതേപോലെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അങ്ങനെ ചെല്ലാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയിരുന്ന ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്നാൽ ഇപ്പോൾ അവിടേക്ക് ഒരു കുട്ടിയെ പോലും കയറ്റാറില്ല. അദ്ദേഹത്തെ കാണണമെങ്കിൽ നിരവധി സെക്യൂരിറ്റി സംവിധാനങ്ങൾ കയറി പെർമിഷൻ വാങ്ങിയിട്ട് വേണം കാണാൻ. അദ്ദേഹത്തിന് അടുത്ത് ചെന്നാലോ അദ്ദേഹത്തിന്റെ ഒരു സെൽഫി എടുക്കാനോ ശ്രമിച്ചാൽ അവിടെ അദ്ദേഹം തട്ടിത്തെറിപ്പിക്കും. അഹങ്കാരം കൊണ്ട് തലയിൽ കയറി താൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്നുള്ള ചിന്താഗതി തലയിൽ കയറി അല്പന്മാരിൽ അല്പനായി തീർന്ന ആളാണ് പിണറായി വിജയൻ. ആ അല്പനായ പിണറായി വിജയൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്തെ മേയറായ രാജേഷിന് മുന്നിലും അതേപോലെ അവിടെയുള്ള ഡെപ്യൂട്ടി മേയർ കാൽക്കൽ തൊട്ട് നമസ്കരിക്കുന്നതും. ശരിക്കും അവരോട് കാണിച്ച അതുണ്ടല്ലോ വിനയം, അതാണ് അങ്ങേര് മാതൃകയായി തീരുന്നത്. നമ്മൾക്ക് പല രാഷ്ട്രീയ എതിർപ്പുകളും ഉണ്ടാകാം. രാഷ്ട്രീയ എതിർപ്പുകൾ നമ്മളെ മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ആശയപരമായി നമുക്ക് പ്രധാനമന്ത്രിയോടും BJP-യോടും അകൽച്ച ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം കാണിച്ച വിനയം, അദ്ദേഹം കാണിച്ച മാതൃക അത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാതൃകയാണ്. അങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഏത് വിധത്തിലും പെരുമാറാനുള്ള അവകാശമില്ലെങ്കിലും അദ്ദേഹത്തിന് വേണം അങ്ങനെ പ്രവർത്തിക്കാം. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. ഏറ്റവും സാധാരണക്കാരനായി ഏറ്റവും എളിമയോടെ ഒരു ദൈവത്തിന് മുന്നിൽ എങ്ങനെയാണ് തൊഴുത് നിൽക്കാറ്, കാൽപാദങ്ങളിൽ തൊടാറുള്ളത്, അതേപോലെ അദ്ദേഹം കാൽക്കൽ ആശാനാഥിന്റെ കാൽക്കൽ തൊട്ടപ്പോൾ ജനം തന്നെ സ്തംഭിച്ചു പോയി. ഇത് പ്രധാനമന്ത്രി തന്നെയാണോ? നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണോ ഇത്രയും വിനയത്തിന്റെ പ്രതീകം? എന്തായാലും പിണറായി വിജയൻ ഞെട്ടിയിട്ടുണ്ടാവും. എന്തൊരു അഹങ്കാരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ പിണറായി? എൻ്റെ ഇതെല്ലാം പൊട്ടി തകർത്തല്ലോ, ഞാൻ ഇത്രയും വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്നത് അതാണ് വലുത് എന്നുള്ളതാണ് ഞാൻ കരുതിയത്. എല്ലാവരും ഇങ്ങനെ കാണിച്ചാൽ, ഗൗരവം കാണിച്ചാൽ, ഭീകരത കാണിച്ചാൽ എല്ലാവരും അംഗീകരിക്കണം. എന്തോ പിണറായി വിജയ, ഇത് ആരെങ്കിലും അംഗീകരിക്കുക? എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച ആ വാക്കുകളുണ്ട്, അഹങ്കാരത്തിന്റെ വാക്ക്. കണ്ടുപിടിക്കുക പിണറായി വിജയൻ, താങ്കൾ ഈ പറയുന്ന പ്രധാനമന്ത്രിയെ കണ്ടുപിടിക്കണം നമ്മളെല്ലാവരും. അദ്ദേഹത്തിന് രാഷ്ട്രീയം പലതുണ്ടായിരിക്കാം, അദ്ദേഹത്തിന് ചിന്തകൾ വേറെയായിരിക്കാം, നമ്മൾ എതിർക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം മാതൃകയാണ് മനുഷ്യൻ എന്ന നിലയിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം കാണിച്ച ആ രീതികൾ. നമുക്കെല്ലാവരും ബഹുമാനിക്കേണ്ട വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിന് മുന്നിൽ അദ്ദേഹം ലോക പ്രശസ്തനായി തീർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവരുടെ മുമ്പിൽ കാണിക്കുന്ന ഈ വിനയം തന്നെയാണ്. ആ വിനയത്തിന് മുന്നിൽ നമ്മൾ തൊഴുതു പോകും. അതാണ് ആ തൊഴുതു പോകുന്നതിന് കാരണം അദ്ദേഹം മാതൃകയായതുകൊണ്ടാണ്. എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നാണ് ആദ്യം ഒരു രാഷ്ട്രീയ നേതാവ് പഠിക്കേണ്ടത്. അതിൽ നിന്ന് വേണം പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മുമ്പ് ശൈലജ ടീച്ചറോട് ഇനി എന്നെ സാർ എന്ന് വിളിക്കണം എന്ന് പറയാം, വിജയേട്ട എന്ന് വിളിച്ചപ്പോൾ വിജയേട്ട എന്ന് വിളിച്ച കയറിയ ശൈലജ ടീച്ചറോട് എന്താ ഞാൻ ഇപ്പൊ ആരാ? മുഖ്യമന്ത്രിയാണ്. ഏത് മുഖ്യമന്ത്രി? ഈ മുഖ്യമന്ത്രി 8 അടി 6 അടി മണ്ണിലേക്കാണ് പോകുന്നത്, അല്ലാതെ വേറെ എവിടേക്കും പോകുന്നില്ല. വിനയത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ വിനയം കാണിക്കുന്ന ആളുകളോടാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ഞാൻ വലിയ ആളാണ്, കൊമ്പത്തെ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും അംഗീകരിക്കില്ല.
എന്തായാലും ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മേയറുടെ മുൻപിലും ഡെപ്യൂട്ടി മേയറുടെ മുമ്പിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ മാതൃക, പിന്നീട് പിണറായി വിജയനെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രംഗങ്ങൾ. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് എന്നും വൃത്തികേടിന്റെ എന്നും ഒരു അപശകുനത്തിന്റെ ചിഹ്നമാണ് പിണറായി വിജയെങ്കിൽ പ്രധാനമന്ത്രി ഇങ്ങനെ വളരുന്നതിന് കാരണം എല്ലാവരോടും കാണിക്കുന്ന ഈ മമ തന്നെയാണ്. എന്തുകൊണ്ടാണ് BJP എന്ന് പറയുന്ന ആശയത്തോട് 99% ആളുകൾക്ക് അംഗീകാരമില്ലെങ്കിലും അതിലേക്ക് കയറി ചെല്ലുന്നത് ഈ നരേന്ദ്രമോദിയുടെ ഈ പെരുമാറ്റം തന്നെയാണെന്ന് പറയാൻ പറ്റും. മറ്റുള്ളവരെല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പലരുടെയും സ്വഭാവം വളരെ മോശമാണ്, വളരെ വൃത്തികെട്ടതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് എത്രയോ BJP നേതാക്കന്മാരുടെ കൃത്യമായ രേഖകൾ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ നരേന്ദ്രമോദി അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. എല്ലാ രാഷ്ട്രീയക്കാരും മാതൃകയായി സൂക്ഷിക്കേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ്, ദിവ്യ മനുഷ്യൻ തന്നെയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹം വെച്ചടി കയറുന്നത്. ലോകരാജ്യങ്ങൾ ഇവിടെ അദ്ദേഹത്തെ ആദരിക്കുന്നു, എവിടെ ചെന്നാലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും ലക്ഷ്യബോധമുള്ള പ്രവർത്തനം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്ന ആളാണെന്ന് കരുതരുത്. RSSന്റെ ചിന്താഗതികളായിട്ടോ അതേ BJPയുടെ ചിന്താഗതികളുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവരെ പല ചിന്താഗതികളെയും എതിർക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും ജാതി മതങ്ങൾക്കപ്പുറം മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എല്ലാവരും മനുഷ്യരായി കാണുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാറ്. ഭക്ഷണത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും ഒരേപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരായാൽ എല്ലാവരും ഒരേപോലെയാണ്. അതിൽ ജാതി മതമൊന്നുമില്ല, ഒരേ രക്തമേ ഉള്ള ഒരു മനുഷ്യന്റെ. അങ്ങനെ ചിന്തിക്കുന്ന സ്ഥലത്ത് RSSും BJPയും അങ്ങനെയല്ല വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചിന്താഗതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ബാബറി മസ്ജിദ് പൊളിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് കിടന്ന ഒരാളാണ് ഞാൻ. ഏത് തരത്തിൽ പാർട്ടി വളർത്താൻ തീരുമാനിച്ചാലും ഈ വിധത്തിൽ പാർട്ടി വളർത്താൻ പോയതാണ് ഇന്ത്യയിൽ ഇത്രയധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ മനുഷ്യന്റെ പെരുമാറ്റം എങ്ങനെയാവണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയാൻ പറ്റും. എന്തായാലും പിണറായി വിജയൻ പോലും ഞെട്ടി ഈ പെരുമാറ്റം കണ്ട ഈ സ്ത്രീയോട്, ഈ യുവതിയോട്, ഈ പെൺകുട്ടിയോട് കാണിച്ച ആ എത്ര വിനയത്തോടു കൂടിയിട്ടുള്ള എല്ലാവർക്കും മാതൃകയായ പെരുമാറ്റമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനമന്ത്രി. അങ്ങനെ ആവണം ഉന്നത സ്ഥാനത്ത് എത്തുമ്പോൾ ഒരാളുടെ പെരുമാറ്റം. നന്ദി, നമസ്കാരം.